ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ് ഈദ് മുബാറക് എല്ലാവർക്കും കേട്ടോ. അപ്പോൾ ഞാനിതാ മെയിലാഞ്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ടില്ല കേട്ടോ, കയ്യുമ്പോൾ ഇങ്ങനെ ചോത്ത് ഇങ്ങനെ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ മോളെ എണീറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഓളെ ഉണർത്താനും നിന്നില്ല, കാരണം ഓളെ എണീറ്റ് കഴിഞ്ഞതിൻ്റെ പണികളൊന്നും നടക്കില്ല. ഓളെങ്ങനെ എടുത്ത് നടക്കുന്നേ വേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ ചിക്കൻ ബിരിയാണി ആട്ടോ ഒന്ന് പെരുന്നാളായിട്ട് വെക്കുന്നത്. അപ്പോൾ ചിക്കനൊക്കെ ക്ലീൻ ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ മസാല പുരട്ടി വെക്കുക കേട്ടോ. അതിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റ് എന്ന് വേണമെങ്കിൽ ചിലപ്പോൾ പറയാൻ ഞാനാണ് കേട്ടോ. ചിക്കനും ബീഫും ഒക്കെ അധികം വെക്കാറ് ഞാനാണ്. അങ്ങനെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പില, പിന്നെ എന്താ ചിക്കൻ കളറുണ്ടല്ലോ, ഫുഡ് കളർ, അതും പിന്നെ കുറച്ച് സുറുക്കയും ഒക്കെ ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് നല്ലപോലെ മസാല പരട്ടി വെക്കുന്നുണ്ട് കേട്ടോ. സംഭവം ഞാൻ തലേ ദിവസം തന്നെ റെഡിയാക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ ഹസ്ബൻഡിന് ഡ്രസ്സ് എടുക്കാൻ പോയി, അങ്ങനെ ലേറ്റായി വന്നപ്പോൾ പിന്നെ എന്താണെന്ന് അറിയില്ല, ഇന്നലെ തലേ ദിവസം തന്നെ ഭയങ്കര ടയേർഡായിരുന്നു. രാവിലെ തൊട്ടേ ടയേർഡായിരുന്നു കേട്ടോ. ഒന്നിനൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. ഫീഡ് ചെയ്യുന്ന മദേഴ്സിന് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ എനർജി ഭയങ്കര ലോ ആയിരിക്കും കേട്ടോ. അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു പെരുന്നാളിൻ്റെ തലേ ദിവസം. എങ്ങനെയൊക്കെ മെയിലാഞ്ചി ഇടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടാണ്. പെരുന്നാളിൻ്റെ എന്തെങ്കിലും ഒരു വൈബ് വേണ്ടേ, അത് വിചാരിച്ചിട്ടാണ് മെയിലാഞ്ചി തന്നെ ഇട്ടത് കേട്ടോ. പിന്നെ രാവിലെ ആയിരുന്നു മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചേരം മസാല പിടിച്ചവിടെ വെക്കണമല്ലോ, എന്നാലല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫുഡ് കളർ ഞാൻ കുറച്ചും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് ആ ചിക്കൻ ഒരു റെഡ് കളറിൽ ഇങ്ങനെ നിൽക്കണം, ഒരു മഞ്ഞ കളറിൽ നിൽക്കണം എനിക്ക് പൊതുവേ ഇഷ്ടമല്ല. അതിന് മീൻ കറി വെക്കുകയാണെന്നുണ്ടെങ്കിലും ചിക്കൻ കറി വെക്കുകയാണെന്നുണ്ടെങ്കിലും ബീഫ് കറി വെക്കുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ കേട്ടോ, റെഡ് കളറിൽ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ഞാൻ സലാഡിനുള്ളത് ഉള്ളി അരിയാണ് കേട്ടോ. ഉള്ളി തോലൊക്കെ തലേ ദിവസം തന്നെ തൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സലാഡൊക്കെ ഇന്നലെ തലേ ദിവസം, അതായത് തൈര് ഇന്നലെ തലേ ദിവസം തന്നെ റെഡിയാക്കി വെക്കണം എന്നതൊക്കെ പ്ലാനിൽ ഉണ്ടായിരുന്നതായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല, പ്ലാനിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ പിന്നെ ആദ്യം തന്നെ എന്നാൽ തൈരൊക്കെ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെക്കാമെന്ന് കരുതിയിട്ട് ഉള്ളി അരട്ടെ. നല്ല കണ്ണ് നീറുന്നുണ്ടായിരുന്നു. മെയിലാഞ്ചി ഇതെപ്പോഴും ഞാൻ കൈമന്ന് എടുത്തിട്ടില്ല കേട്ടോ. ഒന്നാമത് ടൈം കിട്ടിയിട്ടില്ല, ആകെ ഒരു ഹറിബറി ആയിരുന്നു. കാരണം ഹസ്ബൻഡിന് പള്ളിയിൽ പോകണം, അപ്പോൾ അതിൻ്റെ ഡ്രസ്സ് തേക്കലും ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം ഈ പരിപാടിയാണ് കഴിഞ്ഞിട്ട് പിന്നെ വേണം ഹസ്ബൻഡിൻ്റെ ഡ്രസ്സൊക്കെ തേക്കലും അങ്ങനത്തെ പരിപാടിക്കൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ തൈരിൽ അധികം നല്ല പച്ചമുളക് പച്ചമുളക് ഇടും കേട്ടോ, കാരണം എനിക്ക് നല്ല എരിവാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം മുളകും ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഹസ്ബൻഡ് വീട്ടിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നല്ലപോലെ തൈരൊക്കെ കൂട്ടുന്ന ആൾക്കാരാണ് കേട്ടോ. എൻ്റെ വീട്ടിലാണെന്ന് പറഞ്ഞാൽ കുറച്ച് തൈര് ഉണ്ടാക്കിയാൽ തന്നെ അത് ബാലൻസ് ആയിട്ട് പിന്നെ കളയായിരിക്കും. അപ്പോൾ അവിടെ മിനിമം കുറച്ചുള്ളൂ കേട്ടോ അവിടെ ഉണ്ടാക്കൽ. ഇന്ന് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്, കാരണം ഞങ്ങൾ അയൽപക്കത്തവർക്കൊക്കെ കൊടുക്കണം. അതുകൊണ്ട് തന്നെ കുറച്ചധികം ക്വാണ്ടിറ്റിയിലാണ് എല്ലാതും ഉണ്ടാക്കുന്നത്. അങ്ങനെ തൈരൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ അത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു കേട്ടോ. ഇനി ബാക്കി ഉള്ളിയൊക്കെ അരിയണം. മസാല ഉണ്ടാക്കാനുള്ളതൊക്കെയുള്ള ഉള്ളി, തക്കാളി അങ്ങനത്തെ ഐറ്റംസൊക്കെ അരിയാൻ വേണ്ടിയിട്ട് നിന്നിട്ടോ. ചിലപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ അധികോറും കാണാനുണ്ടാവുക, കാരണം ഞാനെൻ്റെ സൗകര്യം പോലെ ആയിരിക്കും എഡിറ്റിങ്ങും വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നുണ്ടാവുക. 8 മണിക്ക് ഗുഡ് മോർണിംഗ്. ഇതും പറ ടാറ്റ എടുത്ത ടാറ്റ. ഇനി ചായ കുടിക്കട്ടെ കേട്ടോ. ചിക്കൻ കറിയും പുട്ടും ചിക്കൻ ഫ്രൈ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചായ ഇവിടെ ഒരാളുണ്ടല്ലേ, ചായ പോയിട്ട് ഉണ്ട്. അപ്പോൾ ചായ അടിച്ചിട്ട് വരാം ഗായ്സ്. അങ്ങനെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ ബെഡൊക്കെ നേരാക്കാൻ വേണ്ടി വന്നു, കാരണം മെയിലാഞ്ചിട്ടിൻ്റെ പൊടിയൊക്കെ ബെഡ്ഷീറ്റിൽ കൂടെ ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. വാപ്പാൻ്റെ മോളി എണീക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണ്ട ബെഡൊക്കെ നേരാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഞാൻ 2 ദിവസം മുന്നേ തന്നെ കഴുകി വേറെ വിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ പെരുന്നാളിൻ്റെ അന്ന് ഒരുപാട് തിരുമ്മാൻ വേണ്ടിയിട്ട് നിൽക്കണ്ടല്ലോ, അല്ലെങ്കിൽ തന്നെ ഓൾറെഡി ഉണ്ട് ഒരുപാട് തിരുമ്മാനൊക്കെ. എങ്ങനെ നോക്കിയാലും ഒരുപാട് ഉണ്ടാകും ലാസ്റ്റ്. ഇതുകൊണ്ട് എല്ലാതും എടുത്ത് വെച്ചിട്ടോ. ഇനി ഓളെ കുളിപ്പിക്കണം. അവൾ നേരത്തെ എണീക്കും ചെയ്തിട്ടുണ്ട് ഇപ്പം ഇന്ന്. പിന്നെ ബെഡൊക്കെ നേരാക്കി അടിച്ചു വാരി തുണികൾ കഴുകാണ്ട്. ചിക്കൻ അവിടെ പൊരിയുന്നുണ്ട്, അത് പൊരിയൽ കഴിഞ്ഞിട്ട് വേണം മസാലയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓൾക്ക് പെരുന്നാൾക്ക് മെയിൻ ഡ്രസ്സായിട്ട് എടുത്തിട്ടില്ല കേട്ടോ, കാരണം ഓൾക്ക് ബർത്ത്ഡേക്ക് കിട്ടിയതും അങ്ങനെ കുറേ ഡ്രസ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് കല്യാണങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ടൈമിൽ എടുക്കാമെന്ന് എത്തിയിട്ട് പിന്നെ എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇടാൻ ഇങ്ങനൊരു
ഒരു ഡ്രസ്സാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയൊക്കെ. അപ്പം ഇനി എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കാം. മോളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ പിന്നെ ചിക്കന് ഫ്രൈ ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മസാലയൊക്കെ റെഡിയാക്കി വെച്ചു. ഇവിടെ ഒരാൾ ഒറ്റക്ക് നീച്ച് നിൽക്കും, പക്ഷെ നടക്കൂല. അതാവണോ ടാറ്റല്ലേ? ആ ഉണ്ട്. ഇതിപ്പോൾ ഒരു കളിയാണ് ഗായ്സ്. ഇനിയോളെന്തായാലും റെഡിയാക്കിയിട്ട് ഓളെ ഉറക്കട്ടെ. അങ്ങനെ മോൾക്ക് ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞ് ഓളെ റെഡി ആക്കിയിട്ട് ഞാൻ ഓളെ ഉറക്കി കിടത്തിയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു തെങ്ങും കൊമ്പൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ആയിട്ട് ഓൾക്ക് അങ്ങനെ കെട്ടിക്കൊടുക്കണത്. അങ്ങനെ ഓളെ റെഡിയാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ തുണികളൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ഉമ്മ ഇവിടെ ചോറൊക്കെ വെന്ത് ഊറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ദമ്മിടുകയാണ് കേട്ടോ. അപ്പോൾ ബിരിയാണീൻ്റെ പരിപാടി അങ്ങനെ കഴിഞ്ഞു. ഇനി അടിച്ചോര് തുടക്കുക അങ്ങനത്തെ പരിപാടിയാണ്. അടിച്ചോരിൽ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി തുടയ്ക്കണം, പിന്നെ കുളിക്കണം. ആ ഒരു പ്രൊസീജിയറും കൂടി ഉണ്ട്. പിന്നെ പായസം വെക്കുന്നുണ്ട് കേട്ടോ, നുറുക്കുവതമ്പം കൊണ്ട്. അത് ഉമ്മ അതിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ആണെന്ന് തന്നെ പറയാം. കാരണം നല്ല ടേസ്റ്റ് അമ്മ വെക്കും. അമ്മ ചെറുപയർ കൊണ്ടും നുറുക്കുവതമ്പം കൊണ്ടൊക്കെ വെക്കും. എൻ്റെ അമ്മ അങ്ങനെ പായസ ഐറ്റംസ് ഒന്നും അങ്ങനെ ഉണ്ടാക്കില്ല കേട്ടോ. ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ അടപ്രഥമൻ അല്ലെങ്കിൽ സേമിയ പായസം മാത്രമേ ഇങ്ങനെ ഉണ്ടാക്കുള്ളൂ. ഇവിടെ അമ്മ വെറൈറ്റി ഇങ്ങനെ ഉണ്ടാക്കും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അധികം അങ്ങനെ ഉണ്ടാക്കാറില്ല. പെരുന്നാൾ അങ്ങനത്തെ ആണ്ടൃതിയൊക്കെ വരുമ്പോൾ മാത്രമേ കേട്ടോ ഉണ്ടാക്കും ചെയ്യൽ. അങ്ങനത്തെ പായസത്തിനുള്ളതൊക്കെ നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ ഇടയിൽ വീട് വൃത്തിയാക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ കുളിച്ചു. കുളി കഴിഞ്ഞ് റെഡി ആവുന്നതിൻ്റെ ഇടയിൽ ഇവിടെ ഒരാൾ എണീറ്റിട്ടുണ്ട് കേട്ടോ. ജനൽമ നിൽക്കുന്നുണ്ട്. ഇതാണ് മെയിൻ പരിപാടി. നീച്ചാൽ പിന്നെ ജനൽമേ. എന്നിട്ട് ഓളെ താത്താരൊക്കെ ഇങ്ങനെ വിളിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് വീഡിയോസൊക്കെ എടുക്കാനായിരുന്നു. അപ്പോൾ അതൊക്കെ എടുക്കൽ കഴിഞ്ഞ് ഇനി ഫുഡ് കഴിക്കണം. അപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഞാൻ പുതിയൊരു മസ്കാര മേടിച്ച് നല്ല രസമല്ലേ. അങ്ങനെ എൻ്റെ മൈലാഞ്ചൊക്കെ ചോദിട്ടോ. ഇവിടെ അങ്ങനെ ചോദിച്ചില്ല, പക്ഷെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് ചോദിച്ചു. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ പെരുന്നാൾ ഡ്രസ്സൊന്നുമല്ല കേട്ടോ. ഇത് പെരുന്നാൾ ഡ്രസ്സ് ഞാൻ വൈകുന്നേരത്ത് വീട്ടിൽ പോകും. അപ്പം ഇനി അപ്പിടും. അപ്പം ഞാൻ എന്തായാലും കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. നല്ല അടിപൊളി മെറ്റീരിയൽ ആയിട്ട് അഫോർഡബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഐ ഡി സ്ക്രീനിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. പായസം ഒരു രക്ഷയില്ല കേട്ടോ. പാകത്തെ മധുരമാണ്. കുറച്ചും കൂടി മധുരം ഉണ്ടെങ്കിൽ ഒന്നുകൂടി അടിപൊളിയാവും. എന്താ വായിലിടണേ? കുടിച്ചിട്ട് വരേ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞാൻ വീട്ടിലേക്ക് പോരാൻ വേണ്ടി റെഡി ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് ഞാനൊരു സിംഗിൾ ഫോട്ടോ പോലും എടുത്തില്ല കേട്ടോ. അങ്ങനെയൊക്കെ. അങ്ങനെ അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോരാൻ വേണ്ടിയിട്ട് നിന്ന് ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ മോളും ഞാനും ഒക്കെ റെഡി ആയിട്ട് അങ്ങനെ വീട്ടിൽ പോവാണ്. പിന്നെ ഉള്ളതൊന്നും ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെത്തിയിട്ട് പിന്നെ ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡായിട്ട് ഉമ്മയും ഉപ്പയൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഉമ്മാൻ്റെ ബ്രദറിന് വയ്യാനിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റൊക്കെ ആയിരുന്നു. അങ്ങനെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആളെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പോയിട്ട് പിന്നെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് തന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള അടുത്ത വീഡിയോ കാണുന്നവരിക്കും ബൈ.